നീ ഇതുവരെ കഴിച്ചില്ലേ? എന്താ കഴിക്കത്ത്? ആ, ചെറുക്കൻ അവന് സൗകര്യമുള്ളത് വരട്ടെ. ചുമ്മാ ഇരുന്ന ചെറുക്കൻ നീ വെറുതെ ചൊറിയാൻ പോയാലല്ലേ അവൻ്റെ ഭാര്യയെ വിളിച്ചോണ്ടാവാൻ പോയത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ വെറുതെ അവൻ്റെ അടുത്ത് ചൊറിയണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാതിരുന്നപ്പോൾ എന്ത് ചെയ്യണത്? അവൻ ചൊറിഞ്ഞും പറഞ്ഞു ഇരുന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ചൊറിഞ്ഞും പറഞ്ഞിരുന്നുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞത്. അല്ലാതെ ഒന്നുമല്ല. അവനെ വേറെ ഒന്നും പറഞ്ഞു. നീ അവനെ അടിച്ചത് കൊണ്ടല്ലേ അവൻ ഇറങ്ങിപ്പോയത്. നീ എന്തിനിപ്പോൾ അവനെ അടിക്കാൻ പോയത്? അവരെന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ. ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ. അവന് ദേഷ്യം വന്ന് പോയതായിരിക്കും. വരും ലതി, അവനിപ്പോൾ നമ്മുടെ മകൻ മാത്രമല്ല, അവൻ വേറൊരു പെൺകുട്ടിയുടെ ഭർത്താവും കൂടിയാണ്. ഇനി കുറേ കൂടെ കഴിയുമ്പോൾ അവനൊരു അച്ഛനാവും. നമ്മളെന്നും ഈ പ്രസവിച്ച വാദവും വാദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അവനെ ഞാൻ വഴക്ക് പറഞ്ഞാൽ അവൻ അമ്മയല്ലേ. ഞാൻ വഴക്ക് പറഞ്ഞൊന്നും സങ്കടപ്പെടാൻ തരികയും. നീ അവനെ പ്രസവിച്ചത് അവൻ പറഞ്ഞിട്ടാണ്. നമ്മൾ കല്യാണം കഴിച്ചു, നമുക്ക് കുട്ടികൾ വേണമെന്ന് വിചാരിച്ചു, നമുക്ക് കുട്ടികൾ ജനിച്ചു, അവരെ നമ്മൾ വളർത്തി. അതിന് എല്ലാ കാലത്തും നമ്മൾ ഈ അവകാശവാദം പറഞ്ഞു നടക്കണം. ലതി, ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ കുറേ കാലം ഇങ്ങനെ ഭാര്യയുടെ പുറകെ ചൊറിഞ്ഞും പറഞ്ഞും ഒക്കെ നടക്കും. ഒരു കുട്ടിയായി കഴിയുമ്പോൾ അവരവരെ പണി പോക്കി പൊയ്ക്കോളും. എല്ലാ കാലത്തും എന്നും ഇവിടെ ചൊറിഞ്ഞും പറഞ്ഞു ഇരിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് സമാധാനമായിട്ട് നമ്മളോടൊപ്പം തന്നെ ജീവിക്കും. ഇല്ലെങ്കിൽ ഇതാണ് സ്ഥിതി. അവനിപ്പോൾ അവളെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോയില്ലേ? ഇപ്പം നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കായില്ലേ? നീ ഇത്രയും 2 ദിവസം കൊണ്ട് ഈ കിടപ്പ് കിടക്കയില്ലേ? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച നീ നമ്മുടെ മകളുടെ വീട്ടിൽ പോയിട്ട് വന്ന് എന്നോട് എന്താ പറഞ്ഞത്? അവളുടെ ഭർത്താവ് അവക്ക് തുണി കഴുകി കൊടുക്കുന്നു, അടുക്കളയിൽ സഹായിക്കുന്നു, കയ്യിൽ കൂട്ടക്സ് ഇട്ട് കൊടുക്കുന്നു, ഇതൊക്കെ നീ പറഞ്ഞില്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ മോളുടെ ഭാഗ്യം, അവൾക്ക് എല്ലാ ഭർത്താവും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ നീ പറഞ്ഞു. നമ്മുടെ മകൻ അവന്റെ ഭാര്യയ്ക്ക് കൂട്ടക്സ് ഇട്ട് കൊടുക്കേ, തുണി കഴുകാൻ സഹായിക്കേ, അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കുകയും ചെയ്യുമ്പോൾ അവൻ പെങ്കോൻ. ഈ രീതിയല്ലേ ശരിയല്ലാത്തത്? നമ്മുടെ മകൾക്ക് മരുമോൻ ചെയ്തു കൊടുക്കുമ്പോൾ അവൻ നല്ലവൻ, ഉത്തമനായ ഭർത്താവ്. നമ്മുടെ മകൻ നമ്മുടെ മരുമകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവൻ പെങ്കോന്തനായി അവനെ അപമാനിക്കുക. ഇതൊക്കെയല്ലേ നമ്മൾ മാറ്റേണ്ടത്? നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഒരു മകളെ പോലെ ആ കുട്ടിയെ കണ്ടുകൂടാ? എങ്കിലും ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അവൻ അവളുടെ തിരുത്തി ചൊറിഞ്ഞോ പറഞ്ഞോ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടില്ലേ? അവൻ പോയില്ലേ? ഇതുപോലുള്ള നിങ്ങളുടെ വാദങ്ങളാണ് കുടുംബങ്ങൾ ഇല്ലാതാവുന്നത്. ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കയറി പിടിച്ച് കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരിറങ്ങി പോകുന്നു. നമുക്ക് തുണയായി നിൽക്കേണ്ട മകൻ, നമുക്ക് വയസ്സുകാലത്ത് നമ്മുടെ ആശ്രയമായിട്ട് നിൽക്കേണ്ടവൻ, അവരുടെ കുഞ്ഞുങ്ങളെയും വളർത്തി അവരുടെ കുഞ്ഞുങ്ങളെയും താലോലിച്ചിരിക്കേണ്ട നമ്മൾ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അവൻ വേറൊരു വീട്ടില് അഭയാർത്ഥിയായി. അവളുടെ വീട്ടിൽ അവൻ എത്ര വിലയുണ്ടാവും? ഇതിനെല്ലാം കാരണം നമ്മളായില്ലേ? ഒരല്പം ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്നും വിചാരിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഗർഭിണിയായ പെണ്ണിനെയും കൊണ്ട് അവൻ പോയി. ആ കുട്ടിയെ ഇനി അവിടെ പ്രസവിക്കത്തില്ലേ? ഇനി ആ കുഞ്ഞിനെ താലോലിക്കുന്നത് അവരായിരിക്കില്ലേ? ഇത് നമ്മൾ ചെയ്യേണ്ടതല്ലേ? നമുക്ക് താലോലിച്ച് വളർത്തേണ്ടതല്ലേ? നമ്മുടെ കുഞ്ഞിനെ, നമ്മുടെ മകനെ നമ്മൾ കൊച്ചിലെ വളർത്തിയതുപോലെ ഇനി ആ കുട്ടി അവിടെ നിന്ന് പ്രസവിച്ച് ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ലെങ്കിൽ ആ കുട്ടിയെ വളർത്തുന്നത് അവരായിരിക്കില്ലേ? ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തേണ്ടത് നമ്മളല്ലേ? നമ്മളുടെ മകന്റെ കുഞ്ഞില്ലേ നമ്മൾ വളർത്തേണ്ട കുട്ടി അവിടെ ആവുന്നു. നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നോക്കൂ, ഒറ്റയ്ക്കായില്ലേ? ചിരിക്കാനോ കളിക്കാനോ ആരെങ്കിലും ഉണ്ടോ? സംസാരിക്കാനോ ആരെങ്കിലും ഉണ്ടോ? ഒറ്റപ്പെട്ട ജീവിതമായി. കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പിടിച്ച് ഈ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി മക്കൾ ഇറങ്ങിപ്പോകുന്നു. ഇനിയെങ്കിലുമൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ വളരെ പ്രശ്നങ്ങളിലെ ചെന്ന് തീരുള്ളൂ. ഞാൻ നാളെയോ മറ്റന്നാളോ അവനെ വിളിച്ച് 2 ദിവസം കൂടെ നോക്കി അവനെ വിളിച്ച് സംസാരിക്കാം. പക്ഷെ അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ സംസാരിക്കാനോ പാടില്ല. അവർ ചൊറിഞ്ഞോ പറഞ്ഞോ അവർ സന്തോഷമായിട്ടിരിക്കട്ടെ. നമ്മളതിൽ വലിയ കാര്യമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സമാധാനമായിട്ട് എഴിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്ക്. പക്ഷെ മേലിൽ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഇതായിരിക്കില്ല എൻ്റെ ഭാഷ, ഇനി ഭാഷ വേറെ ആയിരിക്കും.